എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഈ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബിരിയാണിക്കായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ പിന്നെ അരിയൊക്കെ പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പക്ഷേ ഏത് വെജിറ്റബിൾ ആയാലും ഒരുപാട് അധികം എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത് മുഴുവൻ വെജിറ്റബിൾസ് മാത്രമായി പോകും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസും കൂടാതെ സോയാബീനും എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സോയാബീൻ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. സവാള മാത്രം പോരാ, അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ഉണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് നെയ്യ് വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളകും കൂടെ എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ പൈനാപ്പിള്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സവാള, ഇത്രയാണ് പച്ചക്കറികൾ. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില, കറിവേപ്പില, പിന്നെ പുതിനയില കൂടെ വേണ്ടതാണ്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. പുതിനയില കൂടി ഉണ്ടെങ്കിൽ ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം ഇതിലേക്ക് ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒരു കഷ്ണം ഗ്രാമ്പൂ, ഏലയ്ക്ക, കറുവപ്പട്ട ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കുക്കർ ബിരിയാണിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഇത്ര വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല. ഇത് ഇപ്പോൾ 3 ഗ്ലാസ് അരിയേ ഉള്ളൂ. പക്ഷേ ഇതാണ് എനിക്ക് ശരിക്ക് കറക്റ്റായിട്ട് വിസിലൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുക്കർ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ അതുകൂടെ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. സവാള കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, ഇപ്പോൾ ബ്രൗൺ കളറൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ്, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊന്നും അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്ത് ലെവലായതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കഷ്ണങ്ങൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ സോയാബീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സോയാബീൻ മാത്രമേ ഉള്ളൂ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ ബസ്മതി റൈസ് ആയതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 5.25 ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ അരിക്കും അതിൻ്റേതായ വെള്ളത്തിൻ്റെ അളവ് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ബസ്മതി റൈസിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം. ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ
ആണ് വേണ്ടത്. ഇനി നമ്മുടെ അരിയും കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഇത് കറക്റ്റ് ഒരു വിസിൽ മാത്രം മതി. ഒരു വിസിൽ വന്ന ഉടനെ നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്കിനി ചെയ്യാവുന്നത് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒരു അടുപ്പിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഏകദേശം ആകുമ്പോൾ തന്നെ അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഈ നെയ്യിലേക്ക് തന്നെ സവാള കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നാണെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അതൊരു വിസിലൊക്കെ വന്ന് അതിൻ്റെ ആവിയൊക്കെ ശരിക്കും പോയിട്ടുണ്ട്. ഇതാ ഞാനിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ നീര് കൂടെ ഒന്ന് ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗാർണിഷ് ചെയ്യാനുള്ള സവാള, അതുപോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ കുക്കറിൽ തന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്